ഓം ശ്രീ സായിറാം. അധ്യായം 12. സർവം സായിമയം. ശ്രീ മഹാഗണപതിക്ക് വന്ദനം. സരസ്വതി ദേവിക്കും ശ്രീ ഗുരു മഹാരാജനും പരദേവതയ്ക്കും ശ്രീ സീതാരാമചന്ദ്രനും വന്ദനം. പരമ്പൊരുളാം സദ്ഗുരു ശ്രീ സായീശ്വരൻ്റെ തൃപ്പാദങ്ങളിൽ പ്രേമഭക്തിപൂർവ്വം അടിയൻ്റെ പ്രണാമം. മഹാപ്രഭോ സായിനാഥ, അവിടുത്തെ തൃപ്പാദത്തിൽ ശരണം തേടി എന്നെ കാതരുളിയാലും സച്ചിദാനന്ദമേ, അവിടുത്തെ കൃപയാൽ മന്ദബുദ്ധിക്ക് പോലും ആയെ മറികടക്കാനാകുമല്ലോ. എന്തിനാണ് ഈശ്വരൻ അവതരിക്കുന്നത്? സാധുക്കളെ രക്ഷിക്കാനും ദുഷ്ടരെ നിഗ്രഹിക്കാനും. പക്ഷേ ഋഷിശ്രേഷ്ഠന്മാർ ജന്മം സ്വീകരിക്കുന്നത് അതിനല്ല. അവർക്ക് ശിഷ്യരും ദുഷ്ടരും ഒരുപോലെ. കരുണക്കടലായ അവർ ദുഷ്ടരെ തങ്ങളുടെ നിഷ്കളങ്ക പ്രേമശക്തിയാൽ ധർമ്മപാതയിലേക്ക് മെല്ലെ നയിക്കുന്നു. അവരൊരിക്കലും ആരെയും ഉപേക്ഷിക്കില്ല. അഗസ്ത്യ മഹർഷി പണ്ട് കടൽ കുടിച്ചു വറ്റിച്ച പോലെ ഋഷീശ്വരന്മാർ ഭവസാഗരം കുടിച്ചു വറ്റിക്കുന്നു. സൂര്യനെപ്പോലെ അജ്ഞാനാന്ധകാരം അകറ്റുന്നു. ഇതെല്ലാം അവർക്ക് കഴിയും. കാരണം അവരിൽ ഈശ്വരൻ തന്നെയാണ് കുടികൊള്ളുന്നത്. ഈശ്വരനിൽ നിന്നും അവർ തെല്ലും വിഭിന്നമല്ല. അവർ ഈശ്വരൻ തന്നെ. നമ്മുടെ സായിനാഥൻ ആ മഹർഷീശ്വരന്മാരിൽ ഒരാളാണ്. ഭക്തന്മാരുടെ ക്ഷേമത്തിനു വേണ്ടി മാത്രമാണ് അവിടുന്ന് ഭൂമിയിൽ വന്നത്. സമസ്ത ജീവരാശികളോടും സായീശ്വരന് എന്തൊരു കരുണയായിരുന്നു! അതേസമയം അവിടത്തേക്ക് ഒന്നിനോടും ഒരു സംഘവും ഉണ്ടായിരുന്നില്ല. പൂർവ്വപുണ്യത്താൽ മാത്രമേ സായി ദർശനം ലഭിക്കൂ. ആഗ്രഹിച്ചു എന്നതുകൊണ്ട് മാത്രം സായി ദർശനം സിദ്ധിക്കില്ല. അതിന് സായീശ്വരൻ്റെ ഇച്ഛ കൂടി വേണം. നമുക്ക് നിശ്ചയിക്കപ്പെട്ട സമയമാകും വരെ ബാബ നമ്മെ ഓർക്കില്ല, വിളിക്കില്ല. എന്തിന്? അവിടുന്ന് ഇച്ഛിക്കാതെ അവിടുത്തെ കഥകൾ പോലും നമ്മുടെ ചെവിയിൽ വീഴില്ല. എത്രയോ പേർ സായി ദർശനത്തിനായി ആഗ്രഹിച്ചു യാത്ര പുറപ്പെട്ടു. പക്ഷേ എല്ലാവർക്കും ദർശനം ലഭിച്ചില്ല. സായിയെ കണ്ടാലും ഷിർദിയിൽ താമസിക്കണമെങ്കിൽ അവിടുത്തെ അനുവാദം വേണം. ബാബ അവിടെ നിൽക്കാൻ കൽപ്പിച്ചാൽ മാത്രമേ നമുക്ക് അവിടെ നിൽക്കാനാകൂ. പോകാൻ കൽപ്പിച്ചാൽ പോയേ തീരൂ. അതുമാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. അതേ ചെയ്യാനുമാകൂ. കാക്ക മഹാജനി ഒരിക്കൽ ഷിർദിയിലെത്തി. ബോംബെയിൽ നിന്നാണ് വരവ്. ഗോകുലാഷ്ടമി ഉത്സവമൊക്കെ തിരുസന്നിധിയിൽ ആഘോഷിച്ച് ഒരാഴ്ച കഴിഞ്ഞ് മടങ്ങാനായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. പക്ഷേ ദർശനത്തിന് ചെന്നപ്പോഴേ ബാബ ചോദിച്ചു, "നീ എന്നാണ് വീട്ടിലേക്ക് മടങ്ങുന്നത്?" ചോദ്യം കേട്ട കാക്ക മഹാജനി അമ്പരന്ന് പോയി. അവിടുന്ന് കൽപ്പിക്കുമ്പോൾ എന്ന് വിഷമത്തോടെ അദ്ദേഹം മറുപടി നൽകി. "എങ്കിൽ നീ നാളെ തിരിച്ചു പോയിക്കോളൂ," ബാബ ഉടൻ പറഞ്ഞു. വിഷമമുണ്ടെങ്കിലും കാക്ക മഹാജനി അത്യധികം ആദരവോടെ സായീശ്വരൻ്റെ വാക്കുകളെ മാനിച്ച് പിറ്റേ ദിവസം തന്നെ മടങ്ങി. വീട്ടിലെത്തി ഓഫീസിൽ പോയി. അവിടെ അദ്ദേഹത്തെ കാത്ത് മേലുദ്യോഗസ്ഥൻ്റെ ഒരു കത്ത്. ഉടൻ ഓഫീസിൽ ജോലിക്ക് വരിക എന്നതായിരുന്നു നിർദ്ദേശം. ഈ വിവരം കാണിച്ച് മേലുദ്യോഗസ്ഥൻ ഷിർദിക്ക് കത്തും അയച്ചിരുന്നു. പക്ഷേ അതിനെത്രയോ മുമ്പ് തന്നെ സായീശ്വരൻ അതറിഞ്ഞു, നടപടികൾ സ്വീകരിച്ചു. മേലുദ്യോഗസ്ഥൻ അയച്ച കത്ത് ഷിർദിയിൽ മേൽവിലാസക്കാരൻ ഇല്ലാത്തതിനാൽ മടങ്ങി വരികയും ചെയ്തു. നാം സായിൽ സ്വയം സമർപ്പിച്ചാൽ നമുക്ക് വേണ്ടതെല്ലാം അവിടുന്ന് ചെയ്യും. ഇനി മറ്റൊരു കഥാമൃതം സേവിക്കാം. ഭാവു സാഹേബ് ധുമാൽ ബാബയുടെ പ്രിയ ഭക്തന്മാരിൽ ഒരാളാണ്. ഒരിക്കൽ അദ്ദേഹത്തിന് കേസ് ആവശ്യത്തിനായി നീഫാഡിലേക്ക് പോകേണ്ടി വന്നു. അദ്ദേഹത്തിന് സന്തോഷമായി. ബാബയെ ദർശിക്കാൻ ഒരവസരമായി. സായി ദർശനം കഴിഞ്ഞ് തിരിക്കുമ്പോൾ നീഫാഡിലിറങ്ങാം എന്ന് നിശ്ചയിച്ചു. ധുമാൽ സായീശ്വരനെ ദർശിച്ചു. അതിനുശേഷം ഉടൻ തന്നെ യാത്ര തിരിക്കാനായിരുന്നു ഉദ്ദേശം. പക്ഷേ ബാബ അനുവദിച്ചില്ല. മാത്രമോ ഒരാഴ്ചയോളം പല കാരണങ്ങളും പറഞ്ഞ് ഭക്തനെ ഷിർദിയിൽ തന്നെ നിർത്തുകയും ചെയ്തു. ഈ സമയം നിഫാഡിലെ കോടതിയിൽ അരങ്ങേറിയത് മറ്റൊരു നാടകം. അവിടുത്തെ മജിസ്ട്രേറ്റിന് കലശലായ വയറുവേദന. അതുകാരണം ജഡ്ജി ഒരാഴ്ചയോളം കേസ് നീട്ടിവെച്ചു. പിന്നീട് ബാബ ധുമാലിന് യാത്രാനുമതി നൽകി. ധുമാൽ അനുഗ്രഹവും തേടി തിരിച്ചെത്തി. എന്തായാലും ധുമാലിൻ്റെ കേസ് വിജയിച്ചു. അതിനിടയിൽ 4 മജിസ്ട്രേറ്റുമാർ മാറി മാറി വന്നു പോയി. നാനാ സാഹിബ് നിമോങ്കറും ഭാര്യയും ബാബയുടെ പരമഭക്തന്മാർ. മജിസ്ട്രേറ്റിൻ്റെ അധികാരമുള്ളയാളായിരുന്നു നിമോങ്കർ. ഉന്നതങ്ങളിൽ വളരെ സ്വാധീനമുള്ള വ്യക്തി. ഒരിക്കൽ ആ ദമ്പതികൾ ഷിർദിയിലെത്തി. കുറേ ദിവസം സായീശ്വരൻ്റെ സമീപം ചെലവഴിക്കാനായിരുന്നു ആഗ്രഹം. അങ്ങനെ അവർ അവിടെ താമസം തുടങ്ങി. ആനന്ദത്തിൻ്റെ നാളുകൾ. നിമോങ്കർ സായി സാമീപ്യത്തിൽ നിന്നും മാറിയതുപോലുമില്ല. അങ്ങനെ സായി സേവനവും ദർശനവുമായി കഴിയവേ മകന് സുഖമില്ലെന്ന വാർത്ത എത്തി. അവർക്ക് വിഷമമായി. തിരിച്ചു പോകാൻ ഒരുക്കമായി. കുറച്ചു ദിവസം പുത്രനെ പരിചരിച്ചു നിൽക്കാൻ ശ്രീമതി നിമോങ്കർക്ക് തോന്നി. പക്ഷേ പിറ്റേ ദിവസം തന്നെ മടങ്ങി വരണമെന്ന് നാന പറഞ്ഞു. നാനയോട് മറുത്തു പറയാൻ അവർക്കും വിഷമം. യാത്രയ്ക്കൊരുങ്ങവേ അവർ ബാബയെ കണ്ടു. തൃപ്പാദങ്ങളിൽ മുഖമമർത്തി യാത്രാനുമതി തേടി. "പോകൂ, പെട്ടെന്ന് തന്നെ പോകൂ. അവിടെ ചെന്ന്
3-4 ദിവസം താമസിച്ചിട്ട് വരൂ. ദമ്പതികളുടെ ആഗ്രഹം പോലെ തന്നെ സായീശ്വരൻ അരുളി. സായിനാഥൻ അന്തര്യാമിയാണ്. നമുക്ക് നല്ലതെന്ത് തീയെന്ത് എന്ന് സായിക്കറിയാം. അവിടുന്ന് അരുളുന്നത് അനുസരിക്കുക മാത്രമാണ് നമ്മുടെ കർത്തവ്യം. ഒരിക്കൽ നാസിക്കിലെ മുലായ് ശാസ്ത്രി ഷിർദിയിലെത്തി. കോടീശ്വരനായ ബാപ്പു സാഹേബ് ഭൂട്ടിയെ കാണുകയായിരുന്നു ലക്ഷ്യം. അവർ തമ്മിൽ കണ്ടു. പിന്നെ മസ്ജിദിലേക്ക് ബാബയെ ദർശിക്കാൻ ചെന്നു. ബാബയെ ദർശിച്ചപ്പോൾ ശാസ്ത്രി ആഹ്ലാദവാനായി. ആധ്യാത്മിക ശാസ്ത്രങ്ങളിലും ജ്യോതിഷത്തിലും അഗാധ പണ്ഡിതനായിരുന്നു അദ്ദേഹം. കൂടാതെ ഹസ്തരേഖാശാസ്ത്രവും നന്നായി അറിയാം. ബാബ വാഴപ്പഴങ്ങളും മാമ്പഴവും പേരയ്ക്കയും മറ്റും ഭക്തന്മാർക്ക് പ്രസാദമായി കൊടുക്കാറുണ്ട്. ചിലപ്പോൾ മാമ്പഴം നല്ലപോലെ ഞെക്കി ഉടച്ച് ഭക്തന് കൊടുക്കും. പിന്നെ അത് ഒരൊറ്റ വലിക്ക് സുഖമായി കുടിക്കാം. വാഴപ്പഴം തൊലി കളഞ്ഞ് ഭക്തർക്ക് കൊടുക്കും. ചില സമയം അവിടുന്ന് ആ തൊലി ഭക്ഷിക്കും. മുലായ് ശാസ്ത്രി ബാബയെ അടിമുടി കണ്ണുകൊണ്ട് ഒഴിഞ്ഞു. തൃപ്പാദം കണ്ട് അതിൻ്റെ ലക്ഷണം മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം ആവേശഭരിതനായി. മുലായയ്ക്ക് കൈരേഖ കൂടി കാണണമെന്നുണ്ടായിരുന്നു. അതിനായി പല രീതിയിലും ശ്രമിച്ചു. അപ്പോഴെല്ലാം ബാബ അശ്രദ്ധയോടെ പെരുമാറി. ഒരു സമയം ഇതിനായി ബാബയോട് പ്രാർത്ഥിച്ചു. ബാബയാകട്ടെ അത് ശ്രദ്ധിച്ചില്ല. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ തൻ്റേത് വിഫല ശ്രമമാണെന്ന് ശാസ്ത്രിക്ക് മനസ്സിലായി. അതിനുശേഷം ശാസ്ത്രികൾ സത്രത്തിലേക്ക് മടങ്ങി നിത്യം അനുഷ്ഠിക്കാറുള്ള അഗ്നിഹോത്രം ആരംഭിച്ചു. ഈ സമയം ബാബ പതിവ് പോലെ ലണ്ടിയിലേക്ക് പോകാനൊരുങ്ങി. അവിടുന്ന് അപ്പോൾ അരുളി, കുറച്ച് കാവി എടുത്തോളൂ. നാം ഇന്ന് കാവി വസ്ത്രം ധരിക്കാൻ പോവുകയാണ്. സേവർക്കും ഭക്തന്മാർക്കും ബാബ ഉദ്ദേശിച്ചത് എന്തെന്ന് മനസ്സിലായില്ല. കുറച്ച് കഴിഞ്ഞ് ബാബ മടങ്ങിയെത്തി. അപ്പോഴേക്കും മധ്യാഹ്ന ആരതിക്കുള്ള സമയമായി. സുഹൃത്തുക്കൾ ശാസ്ത്രികളെ ആരതിക്ക് വിളിച്ചു. ഞാൻ ഉച്ച കഴിഞ്ഞ് ദർശനം നടത്തിക്കോളാം, നിങ്ങൾ പോയി വരൂ, ശാസ്ത്രികൾ പറഞ്ഞു. ബാബ മടങ്ങിയെത്തി. ആസനത്തിൽ ഇരുന്നു. ഭക്തന്മാർ പൂജിച്ചു. ആരതിക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. പെട്ടെന്ന് സായിനാഥ് പറഞ്ഞു, ചെല്ലു, ഇപ്പോൾ വന്നുപോയ ആ ബ്രാഹ്മണനിൽ നിന്നും ദക്ഷിണ വാങ്ങി വരൂ. ഭൂട്ടി ഉടൻ ശാസ്ത്രികളുടെ സമീപം ചെന്നു. ശാസ്ത്രികളാകട്ടെ ഈ സമയം യോഗാസനത്തിലിരുന്ന് സാധനയിലും. ഭൂട്ടി ബാബയുടെ ആവശ്യം അറിയിച്ചു. ശാസ്ത്രികൾക്ക് അത് കേട്ട് അതൃപ്തിയാണ് തോന്നിയത്. ഞാൻ ശുദ്ധനായ അഗ്നിഹോത്രി ബ്രാഹ്മണൻ, ഞാൻ എന്തിന് ബാബയ്ക്ക് ദക്ഷിണ കൊടുക്കണം? അദ്ദേഹം മഹാനായിരിക്കാം, പക്ഷെ ഞാൻ അദ്ദേഹത്തിൻ്റെ ആശ്രിതനും ഒന്നുമല്ലല്ലോ. പക്ഷേ കൊടുക്കാതിരിക്കുന്നത് എങ്ങനെ? ചോദിക്കുന്നത് ഒരു മഹാസിദ്ധൻ, ചോദിപ്പിച്ചത് ഒരു കോടീശ്വരനെ കൊണ്ട്. ഒടുവിൽ അദ്ദേഹം ദക്ഷിണ കൊടുക്കാൻ തന്നെ തീരുമാനിച്ചെഴുന്നേറ്റു. ദിനചര്യ മുടങ്ങുമല്ലോ എന്ന സംശയവും വിഷമവും മനസ്സിനെ അലട്ടി. എന്നാലും മസ്ജിദിലേക്ക് യാത്രയായി. ശാസ്ത്രികൾ മസ്ജിദിന് അരികിലെത്തി. പരിശുദ്ധനും ശ്രേഷ്ഠ ബ്രാഹ്മണനുമായി താൻ എങ്ങനെ ഒരു പള്ളിയിൽ കയറും എന്നായി അപ്പോഴത്തെ ചിന്ത. പക്ഷേ ആ ഒരു മഹാസിദ്ധനെ എങ്ങനെ അനാദരിക്കും? അതുകൊണ്ട് അവിടെ നിന്നുകൊണ്ട് തന്നെ പുഷ്പങ്ങൾ ബാബയ്ക്ക് അർപ്പിച്ചു. പിന്നെ ബാബയെ നോക്കി. ഹൗ, എന്താണ് ശാസ്ത്രികൾ കണ്ടത്? മസ്ജിദിൽ ഇപ്പോൾ ബാബയല്ല ഉള്ളത്. തൻ്റെ ഗുരുനാഥൻ, മഹാസമാധി പൂണ്ട തൻ്റെ ഗുരുദേവൻ ഖോലോക് നാഥ് അവിടെ ഇരിക്കുന്നു. ശാസ്ത്രികൾ വല്ലാതായി. താൻ കാണുന്നത് സ്വപ്നമോ? തനിക്ക് വിഭ്രാന്തി ഉണ്ടായോ? ശാസ്ത്രികൾ കൈത്തണ്ടയിൽ നുള്ളി നോക്കി. ഉവ്വ്, വേദനിക്കുന്നുണ്ട്. സത്യം, താൻ കാണുന്നത് സത്യം മാത്രമാണ്. അതോടെ എല്ലാം തകിടം മറിഞ്ഞു. ഈശ്വര കൃപയുടെ വേലിയേറ്റത്തിൽ ആർക്ക് അതിനെതിരെ നിൽക്കാനാകും? മുലായ് ശാസ്ത്രികൾ മസ്ജിദിൻ്റെ പടികൾ ഓടിച്ചാടി കയറി. മസ്ജിദിൽ ഇരുന്നരുളുന്ന തൻ്റെ സ്വന്തം ഗുരുദേവൻ്റെ തൃപ്പാദങ്ങളിൽ ശിരസർപ്പിച്ചു. ശാസ്ത്രികളുടെ ജാത്യാഭിമാനം തകർന്നു തരിപ്പണമായി. സംശയം അകന്നു. മനസ്സിൽ പ്രേമത്തിൻ ഉറവ പൊട്ടി. ജനങ്ങൾ വിസ്മയിച്ചുപോയി. എല്ലാവരും ആരതിഗാനം പാടിയപ്പോൾ ശാസ്ത്രികൾ സ്വഗുരുവായ ഖോലോപിൻ്റെ നാമം ഉച്ചത്തിൽ വിളിക്കുകയായിരുന്നു. മുലായ് ശാസ്ത്രികൾ എഴുന്നേറ്റു. ഇപ്പോൾ ഗുരുവിനെ കാണാനില്ല. തൽസ്ഥാനത്ത് ബാബ. അദ്ദേഹം ആനന്ദാശ്രുക്കളോടെ ബാബയെ വീണ്ടും ദർശിച്ചു. അപ്പോഴാണ് ബാബ കാവി ധരിക്കാൻ പോകുന്നു എന്നരുളിയതിൻ്റെ പൊരുൾ മറ്റുള്ളവർക്ക് അത്ഭുതകരമായ കാവിയാണ് ഉപയോഗിച്ചിരുന്നത്. അന്ന് മംലത്ത് ദാർ സായീശ്വരനെ ദർശിക്കാനെത്തിയത് സുഹൃത്തായ ഒരു ഡോക്ടറെയും കൂട്ടിക്കൊണ്ടാണ്. ഡോക്ടർ ബ്രാഹ്മണനാണ്, വലിയ ധർമ്മിഷ്ഠൻ. ശ്രീരാമനായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇഷ്ടദേവത. ഷിർദിക്ക് പുറപ്പെടും മുമ്പ് ഡോക്ടർ ഒരു മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. മുസ്ലിമായ സായിബാബയെ നമസ്കരിക്കാൻ അദ്ദേഹത്തെ നിർബന്ധിക്കരുത്. ആചാരപ്രകാരം തനിക്ക് അതിന് ബുദ്ധിമുട്ടുണ്ട്. ബാബ ഒരിക്കലും ആരോടും തന്നെ വന്ദിക്കാനോ നമസ്കരിക്കാനോ ആവശ്യപ്പെടാറില്ലെന്നും മംലത്ത് ദാർ അദ്ദേഹത്തിന് മറുപടി നൽകി. അങ്ങനെ അവർ ഷിർദിയിലെത്തി.
ദർശനത്തിനായി മസ്ജിദിൽ ചെന്നു. ബാബയുടെ ദിവ്യ ദർശനം ലഭിച്ചതോടെ ഡോക്ടർ വല്ലാതായി. അദ്ദേഹം തിക്കിത്തിരക്കി ഓടിച്ചെന്ന് സായീശ്വരൻ്റെ തൃപ്പാദങ്ങളിൽ നമസ്കരിച്ചു. സുഹൃത്തിൻ്റെ ഭാവമാറ്റവും പെരുമാറ്റവും കണ്ട് മംലത്ത് ദാർ മിഴിച്ചു നിന്നു. അദ്ദേഹം മെല്ലെ ഡോക്ടറോട് എന്താണ് അതിന് കാരണമെന്ന് തിരക്കി. രോമാഞ്ചത്തോടെ ഡോക്ടർ തൻ്റെ അനുഭവം വിവരിച്ചു. ഞാൻ മസ്ജിദിൽ കണ്ടത് സായിയെയല്ല, ശ്യാമളവർണ്ണത്തോടു കൂടിയ ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിനെയായിരുന്നു. സൗന്ദര്യം ഉടൽപൂണ്ട രാമരൂപം കണ്ടപ്പോൾ ഞാനെല്ലാം മറന്നു, ഓടിക്കയറി നമസ്കരിച്ചു. ഡോക്ടർ ഇത് പറഞ്ഞുകൊണ്ടിരിക്കെ ബാബയെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അത്ഭുതം! ഇപ്പോൾ ആ സ്ഥാനത്ത് ശ്രീരാമനില്ല, സായീശ്വരൻ്റെ ദിവ്യരൂപം. ഡോക്ടർ അമ്പരന്നുപോയി. അദ്ദേഹം സമ്മിശ്ര വികാരങ്ങളോടെ പറഞ്ഞു, ഇത് സ്വപ്നമോ സത്യമോ? ഇദ്ദേഹം എങ്ങനെ മുസ്ലിമാകും? ഇതൊരു യുഗാവതാരം തന്നെ, സംശയമില്ല. സായീശ്വരനെ പോലുള്ള ഋഷീശ്വരന്മാർക്ക് എന്തു ജാതി? ലോകമംഗളത്തിനായി സ്വഭക്തരെ സംസാരസാഗരം താണ്ടാൻ സഹായിക്കുന്നതിനായി അവർ മനുഷ്യരൂപം സ്വീകരിച്ചു വന്നതാണ്. സായിനാഥൻ്റെ അനുഗ്രഹത്തിനായി ഡോക്ടറുടെ നെഞ്ചു പിടഞ്ഞു. ബാബയുടെ കൃപയ്ക്കായി അദ്ദേഹം ഉപവാസം തുടങ്ങി. ഇനി മസ്ജിദിൽ കയറണമെങ്കിൽ ബാബ അനുഗ്രഹിക്കണമെന്നും നിശ്ചയിച്ചു. 3 ദിവസം അങ്ങനെ കഴിഞ്ഞു. 4-ാം ദിവസം ഡോക്ടറുടെ ഒരു പഴയകാല സുഹൃത്ത് ഷിർദിയിലെത്തി. 9 വർഷങ്ങൾക്ക് ശേഷമാണ് അവർ കാണുന്നത്. ഡോക്ടർ തൻ്റെ നിശ്ചയമെല്ലാം മറന്നു. സുഹൃത്തിനൊപ്പം അദ്ദേഹവും മസ്ജിദിലേക്ക് ചെന്നു. സുഹൃത്തും ഡോക്ടറും ബാബയെ നമസ്കരിച്ചു. ആ നിമിഷം സായിനാഥൻ തിരക്കി, ഡോക്ടർ, ആര് വിളിച്ചിട്ടാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്നത്? പറയൂ. ഡോക്ടർ വികാരതരളിതനായി. തൻ്റെ മനസ്സിലെ കാര്യങ്ങൾ ബാബ അറിയുന്നു. തൻ്റെ ശബ്ദം മുടങ്ങുകയും ചെയ്തു. അന്ന് അർദ്ധരാത്രി ഡോക്ടർ അനുഗ്രഹീതനായി. അദ്ദേഹം നിദ്രയിൽ ബ്രഹ്മാനന്ദം അനുഭവിച്ചു. നാട്ടിൽ പോയിട്ടും ആ ആനന്ദാനുഭവം തുടർന്നുകൊണ്ടേയിരുന്നു. അതിനനുസരിച്ച് ഡോക്ടർക്ക് ബാബയിലുള്ള വിശ്വാസവും ഭക്തിയും വർദ്ധിക്കുകയും ചെയ്തു. ഗുരു ആരുമാകട്ടെ, ഒരുവൻ തൻ്റെ ഗുരുവിൽ പരിപൂർണ വിശ്വാസം ഉറപ്പിക്കണം. നമ്മുടെ ഗുരു മറ്റു ഗുരുക്കന്മാരെ പോലെ പ്രശസ്തനാകണമെന്നില്ല. പക്ഷേ നമ്മുടെ വിശ്വാസം പൂർണ്ണമായി ഉറപ്പിക്കേണ്ടത് സ്വഗുരുവിൽ തന്നെ. ദൃഢവിശ്വാസമില്ലാത്ത, സാക്ഷാത്കാരം നേടാത്ത ചിലർ തങ്ങളെല്ലാം നേടിയവരെന്ന പോൽ ജീവിതം നയിക്കുന്നത് കാണാം. അത്തരക്കാർക്ക് ഇഹപരലോകങ്ങൾ നഷ്ടമാകും. അടുത്ത അധ്യായത്തിൽ സായീശ്വരൻ്റെ കൂടുതൽ ലീലകൾ കേൾക്കാം. സമസ്ത പാപങ്ങളിൽ നിന്നും മോചനമേകുന്നതാണ് ഈ സത്കഥകൾ. സായിയുടെ ഒരു കടാക്ഷം കൊണ്ട് പാപകൂമ്പാരങ്ങൾ ദഹിച്ചു പോകും. വിശ്വാസികൾക്ക് യഥാർത്ഥ ആശ്രയസ്ഥാനമായ സായി തൃപ്പാദങ്ങളിൽ ഞാൻ നമസ്കരിക്കുന്നു. ഈ തൃക്കഴലിന് സംസാര ജീവിതം കടത്തിവിടാനുള്ള കഴിവ് അപാരം തന്നെ. 12-ാം അധ്യായം സമാപ്തം. ഓം അസഹായ സഹായായ നമഃ.